സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ ഒരു കാരണമുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. മരിച്ചത് വേറെ ആരുമല്ല, എൻ്റെ അനിയൻ്റെ മോനാണ്. മോന് 14 വയസ്സേ ഉള്ളൂ. മോൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൊടകിലത്തെ കുശാൽനാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫാത്തിമ കോൺവെൻ്റ് എന്ന് പറയുന്ന കോൺവെൻറ്റിൽ കൊച്ചു പഠിക്കുന്നു. എന്താണ് കൊച്ചിൻ്റെ മരണകാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ എന്ന വില്ലനാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് പറയുവാണെങ്കിൽ, എൻ്റെ അനിയൻ്റെ 2 കുട്ടികളാണ്. കുട്ടികൾ ഒരു ആവറേജായിട്ട് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. മൂത്ത കുട്ടി PUCക്ക് പഠിക്കുന്നു. ഇളയ മോനാണ് ഇവൻ. ഇളയ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഈ ഒരു 2-3 ആഴ്ചയായിട്ട് അവൻ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. എന്തിനാണ് എന്ന് പേരൻസ് ചോദിച്ചപ്പോൾ, എന്താ നീ സ്കൂളിൽ പോവാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച പോയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോയിക്കോളാം. ഇങ്ങനെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് വന്നു. അതിനിടയിൽ അവനക്ക് തലയുടെ മുകളിൽ ഒരു ബാക്കിലായിട്ട് ഒരു ചെറിയ അലർജി വന്നു. അലർജി വന്നതോടെ അത് കുറച്ച് മുടി അത്രയും ഭാഗത്ത് ഒരു പൊഴിയുന്ന ഒരു രീതിയിൽ ഒരു അലർജി പോലെ വന്നപ്പോൾ അതിന് ഇവർ പേരൻസ് കൊണ്ടുപോയി ഒരു പച്ചമരുന്ന് തേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പറയാൻ കാരണം എന്താണ്, മാഷ് സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണമാണ് ഇവൻ പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് തേക്കുന്നതുകൊണ്ട് അതിൽ കാറ്റ് തട്ടാൻ പാടില്ല എന്ന് വൈദ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 2 ആഴ്ച കൂടെ ലീവ് വേണം എന്ന് ഇവൻ്റെ ഒരു ചേച്ചി, അതായത് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോള് സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ മാഷിനും ടീച്ചേഴ്സിനും എല്ലാം തന്നെ ഈ ഒരു അപ്ഡേഷൻ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ആ കൊച്ച് എല്ലാ കാര്യങ്ങളും ചെന്ന് പറയുമായിരുന്നു. ഇവർക്ക് അത് ഒരു എക്സ്ക്യൂസായിട്ട് അവരതൊരു ടീച്ചേഴ്സ് ആണെങ്കിൽ അതിനെ ഒരു റീസണബിൾ ആൻസറായിട്ട് അവർ കണ്ടതുകൊണ്ട് അവർ കൂടുതലും ഒന്നും പറഞ്ഞില്ല. ചിലപ്പം അതായിരിക്കാം സത്യം എന്ന് വിചാരിച്ചു. ഇവിടെ വീട്ടിൽ ഇവനക്ക് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവൻ മൊബൈൽ അഡിക്ഷനായിരുന്നു. മൊബൈലിൽ അഡിക്റ്റഡായി പോയിരുന്നു. ഇവനക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവൻ ഉണ്ടാക്കിയെടുത്തു. എന്ന് വെച്ചാൽ രാവും പകലും എല്ലാ സമയത്തും അവനക്ക് മൊബൈൽ വേണം. മൊബൈലില്ലാതെ അവനക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞ് ചാർജിന് കുത്തി വെച്ചുകൊണ്ടാണ് ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും തീക്ഷ്ണമായ ഒരവസ്ഥയിൽ ശനിയാഴ്ച അച്ഛൻ ചോദിച്ചു, നീ സ്കൂളിൽ പോകുന്നില്ലേ? അപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച പോയിക്കോളാം അച്ഛാ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ആയി. തിങ്കളാഴ്ച കൊച്ചു എണീറ്റത് ലേറ്റായി. എണീറ്റപ്പോൾ ലേറ്റായി. അച്ഛൻ്റെ ഓരോ കാര്യങ്ങളും, രാവിലത്തെ ഓരോ കാര്യങ്ങളും ജോലി തിരക്കുമായിട്ട് അച്ഛൻ ഇങ്ങനെ പോയി. അമ്മയ്ക്ക് ജോലിക്ക് പോകണമായിരുന്നു. അമ്മ ജോലിക്ക് പോയി. ചേട്ടൻ കോളേജിൽ പോയി. ഈ കുട്ടി എണീറ്റില്ല. ഇവൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് വേറെ എങ്ങാണ്ട് ഒരു ആവശ്യമായിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറിയപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് TV നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തോടാ നീ സ്കൂളിൽ പോകുന്നില്ലേ? നീ എന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം, പ്രിൻസിപ്പലിനോട് ഞാൻ സംസാരിക്കാം, എന്ന് റെഡിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ നാളെ പോയിക്കോളാം എന്ന് പറഞ്ഞു. നാളെ ഉറപ്പായിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? ഈ മൊബൈൽ കാരണമാണ് നീ കോളേജിൽ പോവാത്തതെന്ന് പറഞ്ഞിട്ട് ആ മൊബൈലിനെ പിടിച്ചു വെച്ചു. മൊബൈൽ പിടിച്ചു വെച്ചിട്ട് അച്ഛൻ അലമാരക്കകത്ത് വെച്ച് ലോക്ക് ചെയ്തിട്ട് അച്ഛൻ്റെ ജോലിക്ക് പോയി. ഈ വീട്ടിലിരുന്ന കുട്ടി ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ആരുമില്ലാതെ വന്നപ്പോൾ ഇവൻ സ്വയം ആത്മഹത്യ ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു? ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും തന്നെ മൊബൈലുണ്ട്.
ആ മൊബൈലിൽ ഓരോ കുട്ടികളും എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നോക്കുന്നത്, എന്താണ് കളിക്കുന്നത് എന്ന് നമ്മൾ ആരും തന്നെ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടതും പ്രൈവസിയാണ്. അവർ കൂടുതലും ആഗ്രഹിക്കുന്നതും പ്രൈവസിയെയാണ്. എന്താണ് നമ്മുടെ കുട്ടികളുടെ പ്രൈവസി എന്ന് പറയുന്നത്? എന്തിനാണ് അവർ ഈ പ്രൈവസി ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? വീട്ടിൽ 4 ആൾ ഉള്ള കുടുംബത്തിൽ, അച്ഛനോ അമ്മയും അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഉള്ള ഒരു കുടുംബത്തിൽ എന്തിനാണ് ഈ പ്രൈവസി? പ്രൈവസി വേണ്ടത് ആർക്കാണ് എന്ന് നമുക്ക് എല്ലാ മാതാപിതാക്കൾക്കും തന്നെ അറിയാം. വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്തിനാണ് പ്രൈവസി? സ്നേഹമുള്ളവരെ, നമ്മൾ ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രൈവസി എന്നതിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവം നാളെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും ഓരോ മക്കളുള്ള കുടുംബത്തിലും സംഭവിക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുക, പരമാവധി സ്നേഹിക്കുക. അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. നമുക്ക് അവരെ കൊണ്ട് പുറത്ത് ഔട്ടിങ്ങിന് പോവാം, അല്ലെങ്കിൽ പാർക്കിൽ പോകാം. നമ്മുടെ പിള്ളേരുടെ മുഖം വാടി കഴിഞ്ഞാൽ ഏതൊരമ്മയ്ക്കും മനസ്സിലാവും കുഞ്ഞിൻ്റെ മുഖം വാടിയിരിക്കുന്നു. എന്താണ് കാരണം? ആ കുഞ്ഞിനെ വിളിച്ച് മടിയിലിരുത്തി എന്താണ് കുട്ടി സംഭവിച്ചത്, എന്തിനാ മോൻ വല്ലാണ്ടേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ മോൾ ഇന്ന് ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത്, എന്ത് പറ്റി? ആ കുഞ്ഞിനോട് ഒരു സ്നേഹമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് പകുതി ആശ്വാസമാണ് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഈ ഓരോ സാഹചര്യത്തിലും ഇങ്ങനെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പല രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവർ പഠിക്കുകയല്ലേ, അവർക്ക് വേറെ എന്താണ് ടെൻഷൻ, വേറെ എന്താണ് ബുദ്ധിമുട്ട്? കാരണം അവരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ഈ മൊബൈലാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഈ കുട്ടികളുടെ കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് ടെൻഷനാണ്. എന്താണ് അവരുടെ ഈ മൊബൈലിനോടുള്ള ടെൻഷൻ? അവരുടെ ആ പീസ് ഓഫ് മൈൻഡ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള കുട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒരുവിധം കുട്ടികളെല്ലാവരും ഒരു ആവറേജ് സ്റ്റുഡൻസാണ്. എങ്ങനെയാണ് ഈ കുട്ടികളിങ്ങനെ പഠിക്കുന്നതിൽ അവർ പുറകോട്ട് മാറുന്നത്? എന്താണ് അവരെ പുറകോട്ട് വലിക്കുന്നത്? ഉത്തരം എനിക്കൊന്നേ പറയാനുള്ളൂ, മൊബൈലാണ്. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. മൊബൈൽ പരമാവധി കൊടുക്കാതിരിക്കുക. അവരുടെ ഓരോ മൊബൈൽ പിടിച്ചിട്ടുള്ള അവരുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഒരു ശ്രദ്ധ എപ്പോഴും പുലർത്തി വയ്ക്കുക. ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു വില്ലൻ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കവർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളെ വേറെ രീതിയിലും പെൺകുട്ടികളെ വേറെ രീതിയിലും അത് കവർന്നെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മൊബൈലില്ലാതെ പറ്റുന്നില്ല. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ഈ കുട്ടികൾ വളർന്ന് വലുതായി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പ്രായത്തിലോട്ട് വരുമ്പോൾ അവരുടെ ആ ഒരവസ്ഥ എന്തായിരിക്കും? അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ഒന്ന് ഇരുന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇതിന് മൊബൈൽ മാത്രമാണോ കാരണം എന്ന് ചോദിച്ചാൽ മൊബൈലിൻ്റെ കൂടെ നമ്മൾ പേരൻസും കൂടി ഒരു കാരണമാണ്. നമ്മളാണ് അവർക്ക് മൊബൈൽ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും രീതിയിൽ കൊച്ചുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ മാറ്റിയിരുത്തുവാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുവാനോ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു മൊബൈലിൽ ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ കാർട്ടൂണോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കുക.